ഹലോ മക്കളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കണു. അപ്പം ഇന്ന് ഞാൻ ഒരു ചെറിയൊരു വ്ളോഗാണ്. ഇന്നത്തെ ലഞ്ചിന് എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്ന് ജസ്റ്റ് കാണിക്കണം, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ കുറച്ച് പച്ചക്കറി ഇരിപ്പണം. അപ്പോൾ അതിന് ചീത്തായി പോകണ്ടെന്ന് ഓർത്തിരിക്കാൻ അടുത്ത സാമ്പാർ വയ്ക്കാമെന്ന്. അപ്പം എൻ്റെ കുക്കർ കേടായിപ്പോൾ, അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കണത്. അപ്പം ഞാനിവിടെ ഉള്ള പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കഷ്ണം കായും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ്, വലിയ കേമമായിട്ടൊന്നും വെക്കുന്നില്ല, ഒരു തട്ടിക്കൂട്ട് സാമ്പാർ. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ബിസി ആയിപ്പോയി കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ചോറ് ഇട്ടിട്ടുണ്ടായിരുന്നു കുക്കറിൽ, അപ്പം അത് വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ ചോറ് വറുക്കാൻ പോവാം. എനിക്കിന്ന് കുറച്ച് കൊഴുവ കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വറക്കാമെന്ന് ഓർത്തു. അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ടാണ് വരുന്നത്, ബട്ട് എന്നാലും അതിൻ്റെ അകത്ത് കുറച്ച് ആ ഒരു ബ്ലാക്ക് ഇതൊന്നും അവർ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്തിട്ടാണ് നോർമലി എടുക്കാറ്. അപ്പോൾ അതാണ് ഞാനിവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് ഫ്രൈ ചെയ്യാനായിട്ടാണ്. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തു. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ, ഫ്രൈ ചെയ്യാനുള്ള. നോർമൽ മസാല ഉള്ളൂ, മഞ്ഞൾ പൊടി, മുളക് പൊടി, കുരുമുളക്, ഉപ്പ്, അതൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ തേച്ച് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യാൻ പോണേ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരും. പിന്നെ ഇങ്ങോട്ട് ഫോളോ ചെയ്താൽ ഞാൻ തിരിച്ചും ഫോളോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെന്താ നിങ്ങളുടെയൊക്കെ വിശേഷം? നിങ്ങളുടെ വിശേഷമൊക്കെ കമൻറ്റ് ബോക്സിൽ പറയൂ, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സാമ്പാർ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്, കഷ്ണങ്ങളൊക്കെ. അപ്പം നമുക്കതിലോട്ട് മസാലയും വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം. പൊടികൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഒരു ഒരു ടീസ്പൂൺ, കുറച്ച് ഒത്തിരി സ്പൈസി ആയിട്ടൊന്നും എടുക്കുന്നില്ല. ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് സാമ്പാർ പൊടി, അതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് ഈ തക്കാളിയും വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുക്കും. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. ബാക്കി അതിൽ കിടന്ന് വെന്തോളുമല്ലോ. അപ്പോൾ നമുക്കിനി ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് എന്നിട്ട് തിളച്ച് വരട്ടെ. എന്നിട്ട് ലാസ്റ്റ് കടുകും ഉലുവയൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് കറിവേപ്പിലയും കൂടെ പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മോളാണ് എനിക്ക് വീഡിയോ എടുത്തു തരുന്നത്, അതാ 2 സ്പൂണിട്ട് കറക്കുന്നത്. അവളും ഇവിടെ കിച്ചണിൽ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്, എന്നെ ഇടയ്ക്ക് വീഡിയോ എടുത്തു തരുന്നുണ്ട്. ഞാനിവിടെ സാമ്പാറിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പുളി, ഇവിടെ അങ്ങനെ പുളി ചേർക്കുന്ന സാമ്പാർ അങ്ങനെ ആർക്കും ഇഷ്ടമല്ല. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് തക്കാളി പകരം ചേർത്തിട്ടുണ്ട്. അപ്പം ആവശ്യത്തിന് പുളി ഇത് മതി, ഇവിടെ എല്ലാവർക്കും ഇതാണ് ഇഷ്ടം. അപ്പം ഞാൻ പുളി അങ്ങനെ ചേർക്കാറില്ല. അപ്പം ഇവിടെ മീൻ ഞാൻ നേരത്തെ വറുക്കാനിട്ടേ, അപ്പോൾ അത് വറുക്കാനിട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സാമ്പാറൊക്കെ തിളച്ച് വന്നു കേട്ടോ. അപ്പം ഞാൻ കടുക് പൊട്ടിച്ചിട്ടു. അതെടുക്കാൻ പറ്റിയില്ല കേട്ടോ. കടുക് പൊട്ടിച്ചിട്ടപ്പോൾ സാമ്പാർ റെഡിയായി. പിന്നെ എനിക്ക് ഇന്നലെ ഞാൻ കുറച്ച് ചെറുപയർ ഒലത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ബാക്കി ഞാൻ കുറച്ച് ഇന്നത്തേക്ക് കൂടെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ അതുകൂടെ ഉണ്ട് ചോറിനെന്ന്. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്താൽ മതി എനിക്ക്. അപ്പം ഇന്നത്തെ കറികളൊക്കെ ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ. ബൈ, ടേക്ക് കെയർ.